ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഓൺ എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ടാവും. ആകെ കിളി പോയൊരു അവസ്ഥ ആയിരിക്കും. എന്താ പഠിക്കേണ്ടത് അറിയില്ല, എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. അപ്പൊ മക്കളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക, എവിടെ വരെ എത്തി നിങ്ങളുടെ സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ എടുത്തെന്നുള്ളത്. ഓക്കെ, ദെൻ ഓൺ എക്സാം ആയാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മിസ്സേ ഫോക്കസ് ഏരിയ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. മിസ്സേ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ഇല്ലേ. നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളോട് തന്നെ 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും, എന്താ ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടി വരിക, എന്ത് പഠിച്ചാലാണ് എനിക്ക് എ ഗ്രേഡ് കിട്ടുക, ഞാൻ എങ്ങനെ പഠിച്ചാലാണ് ഇനി എനിക്ക് ഫുൾ മാർക്ക് വാങ്ങാനാവുക, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ 6ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ആ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോക്കസ് ഏരിയ ആയിട്ടാണ് ഈ ഏരിയാസ് ആണ് എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടത്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് എന്താണ്? നമ്മുടെ കോണുകൾ, ആംഗിൾസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗിൾസ് വരയ്ക്കാൻ പഠിക്കണം. അതായത് നിങ്ങളോട് പറയും 50 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കൂ, 60 ഡിഗ്രി ഉള്ള ആംഗിൾ വരയ്ക്കൂ, 70 ഡിഗ്രി ഉള്ള ആംഗിൾ വരയ്ക്കൂ. അങ്ങനെ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോ ഒരു ആംഗിൾ വരയ്ക്കാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. അപ്പൊ ആംഗിൾസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് എൻ്റെ മക്കൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം. മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ആ ലൈവ് ഒക്കെ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് അവിടെ നിന്ന് പഠിക്കുക. ഓക്കെ, റെഡി? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സർക്കിൾസിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. സോ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. ബിക്കോസ് ഇതിന്റെ നടുവിലുള്ള ആംഗിൾ മൊത്തത്തിൽ 360 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 360നെ എത്ര ഭാഗങ്ങളായിട്ട് വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവരെങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയോ? നിങ്ങളോട് പറയും ഇതിനെ 6 ഭാഗങ്ങളാക്കുക. ഓക്കെ, ഇത് അല്ലെങ്കിൽ എന്ത് പറയും, ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യൂ എന്ന് പറയും. 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യൂ, 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യൂ, 7 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യൂ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചാട്ടോ, ഇത് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ, ഇതെന്തായാലും ചോദിച്ചിരിക്കും. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമാണ്, ഇതിൽ നമ്മൾ ഒരുപാട് ഫിഗേഴ്സ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് ഫിഗേഴ്സ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗറാണ് ഇവന്മാർ രണ്ടാളും. അപ്പൊ ഇതെന്തായാലും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വരുന്ന വേറൊരു കാര്യമാണ്, ഇങ്ങനത്തെ ഒരു ഫിഗർ തരും. നോക്ക്, ഇവിടെ തന്നിട്ടുള്ള ഇത് 20 ഡിഗ്രി ആണ് എന്നാണ് ഇവർ പറയുന്നത്. 20 ഡിഗ്രി ആണെന്ന്. ആ 20 ഡിഗ്രി നമ്മളുടെ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് ചോദിക്കും. എന്ത് ചെയ്താൽ മതി, ഒരു പണിയുമില്ല അല്ലെ. 20/360 ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലെ. 20/360 ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വേറൊരു കാര്യം, ഒരു വൃത്തത്തിന്റെ 1/2 ഭാഗം, 1/2 പാർട്ട് എത്ര എന്ന് ചോദിക്കും. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ കാര്യമാണ് അല്ലെ. 1/2 ഗുണിക്കണം 360 ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ ഇതൊക്കെ മക്കളെ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, എനിക്കിതൊന്നും ഓർമ്മയില്ലല്ലോ, എന്നോട് മറന്നുപോയല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എങ്ങനെയാണ് ഞാൻ പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വൈകിട്ടില്ല മക്കളെ, നിങ്ങൾക്ക് ഇനിയും തുടങ്ങാനുള്ള സമയമുണ്ട്. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഫുൾ മാർക്ക് കിട്ടാനുള്ളതൊക്കെ നിങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പം മുതലെങ്കിലും ഷെഡ്യൂളായിട്ട് പഠിച്ചു തുടങ്ങണം. അതിനുള്ളതാണ് മക്കളെ നമ്മുടെ സൂപ്പർ ബാച്ച്. ഈ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് ഇപ്പം 2999 രൂപയ്ക്കാണ് ഒരു കൊല്ലം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. എത്രയോ എക്സാം നമുക്ക് മുന്നോട്ട് വരാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ 2999 നിങ്ങൾ ഇത്രയും എക്സാംസ് ഒക്കെ ഫുൾ മാർക്ക് വാങ്ങാൻ പോവാണ്. മിസ്സിന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ചേരണം എന്നുള്ളത്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ബേസ് മുതലേ പഠിക്കണം, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർന്നാൽ മതി. അങ്ങനെ വരുന്ന കുട്ടികളെ ഫുൾ മാർക്കിന് വേണ്ടി പ്രാപ്തരാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഒരിക്കലും യൂട്യൂബിലൂടെ, നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ അറിയാം, യൂട്യൂബിലൂടെ ഒരിക്കലും മിസ്സിന് ഫസ്റ്റ് മുതൽ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റലുണ്ടാവില്ല. അത്രയും വലിയ ഓഡിയൻസ് ആയിരിക്കും, അത്രയും ഓരോ കുട്ടികൾക്കും ഓരോ കാലിബർ ആയിരിക്കും പഠിക്കാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഏകദേശം അറിയുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ആ രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കണം, ബേസ് മുതലേ പഠിക്കണം. ഓരോ ക്ലാസ്സസും ഓരോന്ന് ലൈൻ ബൈ ലൈൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോട്ടോ. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം, അത് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും മതി കേട്ടോ. ഡോണ്ട് വറി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ഏതാടാ വരുന്നത്? സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് 1 ഫ്രാക്ഷൻ മെനി ഫോംസ് ആണ്. ഒരു ഭിന്നം പല രൂപം. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞത്. റൈറ്റ് 3 ഡിഫറെന്റ് ഫോം ഓഫ് 1/4. അതായത് 1/4 പല രൂപങ്ങൾ, അല്ലെങ്കിൽ 1/3 തരും, അതിന്റെ പല രൂപങ്ങളിൽ എഴുതാൻ പറയും. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ എഴുതുന്നതെന്ന്. അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 24/,
36. ഇങ്ങനെ വലിയൊരു ഭിന്നസംഖ്യ തരും, ഒരു ഫ്രാക്ഷൻ തരും. എന്നിട്ട് എന്താ പറയാ, ഇതിനെ ചുരുക്കി എഴുതാൻ പറയും, ഏറ്റവും ചെറിയ ഫോമിൽ എഴുതാൻ പറയും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. അതുപോലെ വേറെ ഒന്നാണ് 20 liters of water is used to fill 8 identical bottles. How much liters of water is there in each bottle? ഒരേപോലെയുള്ള 8 കുപ്പികൾ നിറയ്ക്കാൻ 20 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളമുണ്ട്? അതായത് എന്താണ്, നമ്മളിപ്പോൾ അല്ലെങ്കിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വാട്ടർമെലൺ ഉണ്ട് മിസ്സിന്റെ കയ്യിൽ. 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വാട്ടർമെലൺ ഉണ്ട് മിസ്സിന്റെ കയ്യിലെ. 5 കിലോഗ്രാം ഭാരമാണ്. എത്രയാണ്? 5 kg ഭാരമുള്ള ഒരു വാട്ടർമെലൺ ഉണ്ട്. മിസ്സിന് എന്ത് ചെയ്യണം? ഇത് മുറിച്ച് 3 ആൾക്കായിട്ട് കൊടുക്കണം. 3 ആൾക്കായിട്ട് കൊടുക്കണം. ഇതെങ്ങനെയാടാ 3 ആൾക്കായിട്ട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്രയാ കിട്ടാന്ന് നമ്മൾ എങ്ങനെയാ കാണുക? സിമ്പിൾ ആണ്. ഇത് 5 ആണെങ്കിൽ 3 ആൾക്കാണെങ്കിൽ 5/3 ഇവന് കിട്ടും, 5/3 ഇവന് കിട്ടും, 5/3. അതുപോലെ ഇവിടെ എത്രയായിരിക്കും? 20 ലിറ്റർ 8 ബോട്ടിലാണ് നിറക്കുന്നെങ്കിൽ ഓരോ ബോട്ടിലും 20/8 ഉണ്ട്. 20നെ 8 ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ 20/8 വരിക. ഇതുപോലെ നല്ലോണം മനസ്സിലാക്കി വേണം കേട്ടോ പഠിക്കാൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ഏതാണ് ചാപ്റ്റർ വരുന്നത്? വോളിയം, വ്യാപ്തമാണ് നമ്മളുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് അല്ലെ. ഇതിൽ നിങ്ങൾ എന്താണ്, വോളിയം ഓഫ് ക്യൂബ്, സമചതുരക്കട്ടയുടെ വ്യാപ്തം എങ്ങനെയാ കാണാൻ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. നിങ്ങളോട് പറയും എന്തെങ്കിലും മരക്കഷ്ണുണ്ട്, സമചതുരാകൃതിയിലുള്ള മരക്കഷ്ണമുണ്ട് എന്നൊക്കെ പറയും. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അത് ആരാണ്? നമ്മുടെ സമചതുരക്കട്ടയാണ്. ആ വോളിയം ഓഫ് ക്യൂബ് കാണാൻ ഉഷാറായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത നോക്ക്, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ മിസ് തന്നിട്ടുണ്ട്. എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 meter long, 2 meter wide and 1 meter high. The price of cubic meter of sand is 1,000 rupees. What is the price of truck loaded? ഇതെങ്ങനെയാ കാണല് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ഇതൊന്നുകൂടി ഓർത്തെടുക്കുക കേട്ടോ. ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. ഒരു ഘനമണലിന് 1000 രൂപയാണ് വില. ഈ മണലിന്റെ വില എത്രയാണ്? ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും 100% ചോദിച്ചിരിക്കും. അതുപോലെ ഒന്നാണ് കപ്പാസിറ്റി, ഉള്ളളവും നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വ്യാപ്തം പഠിക്കണം, നമ്മളുടെ സമചതുര കട്ടയുടെ വ്യാപ്തം പഠിക്കണം, ഉള്ളളവും പഠിക്കണം. അതുപോലെ എത്ര ഒരു ഘനമീറ്റർ അല്ലെങ്കിൽ വ്യാപ്തം ഇത്ര ആണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും ഇതിന്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാനും എൻ്റെ മക്കൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ വരുന്നത് അരിത്മാറ്റിക് ഓഫ് പാർട്സ് ആണ്, ഭാഗക്കണക്കുകളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരൂല, പക്ഷെ എന്ത് ചെയ്യരുത്, ഇത് ഒഴിവാക്കി വിടരുത്. മക്കൾക്ക് കുറച്ച് മാർക്ക് വേണം എന്നുള്ളവരാണോ? അല്ല അല്ലെ, നമുക്ക് ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികളല്ലേ? ഫുൾ മാർക്കും വാങ്ങണം എന്നുള്ളവരാണ്. അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കി വിടാൻ പറ്റില്ല, നമുക്ക് പഠിച്ചേ പറ്റൂ. ഇതിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 ഭിന്നസംഖ്യകൾ വരും, 2 ഫ്രാക്ഷൻസ് തന്നാൽ അതെങ്ങനെയാ കൂട്ടൽ എന്ന് പഠിക്കണം, അതെങ്ങനെയാ കുറയ്ക്കൽ എന്ന് പഠിക്കണം. 2 ഫ്രാക്ഷൻസ് കൂട്ടുന്നത് എങ്ങനെയാ, കുറയ്ക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കണം. അതുപോലെ നിങ്ങളോട് പറയും 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷന്, അതിലേക്ക് എന്ത് കൂട്ടിയാലാണ് 1 ആവുക എന്ന് ചോദിക്കും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് എത്ര കൂട്ടിയാലാണ് 1 ആവുക എന്ന് കാണുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും പഠിച്ചു വെക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Natasha draw a circle and colored 5/12 of it. What is the fraction of circle remains to be colored? Natasha ഒരു വട്ടം വരച്ച് അതിന്റെ 5/12 ഭാഗത്തിന് നിറം കൊടുത്തു. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്? ഇത് നോക്ക്, ഇതിന്റെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവന്മാരൊക്കെ ഒരുപോലെയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നോക്ക്, ഇങ്ങനെ 2 ഫ്രാക്ഷൻസ് തന്നിട്ട് അതിൽ ഏതാ വലുതെന്നും എൻ്റെ മക്കൾക്ക് എന്തായാലും ചോദിച്ചിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഇപ്പം തന്നെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഉമ്മൻ്റെയിലേക്കോ ഉപ്പൻ്റെയിലേക്കോ അയച്ചിടുക, നമ്മളുടെ വാട്സപ്പിലേക്ക് ജസ്റ്റ് അയച്ചിടുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് ഈ ഓരോ ചാപ്റ്ററിലും ഈ ഭാഗം എത്തുമ്പം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ഭാഗങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉഷാറാക്കണം, കളറാക്കണം ഓൺ എക്സാം. ഒന്നുകൂടെ മിസ് പറയാണ്, ഓൺ എക്സാമിന് ഇതുവരെ ഒന്നും അറിയാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും വേണം. അതുപോലെ നമ്മുടെ സൂപ്പർ ബാച്ചിലും ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ നോട്ട്സ് ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ ഏതൊക്കെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒക്കെ നോട്ട്സ് കിട്ടണം അല്ലേ. എല്ലാ നോട്ട്സും എവിടെയാണ് ഉള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ ഉണ്ട്? നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓടിപ്പോയി ജോയിൻ ചെയ്യുക. അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. അപ്പോൾ വെറുതെ
നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ വളരെ മണ്ടത്തരാണ് ഫ്രീ ആയിട്ടല്ലേ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി വിടണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇതാണടാ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക്. ഞാൻ ഉറപ്പ് തരികയാണ്, ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്കും നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 100% മാർക്ക് കിട്ടും എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് എല്ലാ ചാപ്റ്ററും സെറ്റാക്കാൻ അടിപൊളിയാക്കാൻ കുറേ ലൈവായിട്ട് വരും. അതുവരേക്കും ബൈ.